ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ്സ് കോർണർ. ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് KYC സ്റ്റാറ്റസ് ഈ ആധാർ വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളിൽ പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, 2024 ഏപ്രിൽ 1 ശേഷം നിങ്ങളുടെ KYC സ്റ്റാറ്റസ് വാലിഡേറ്റഡ് എന്നുള്ളതിൽ നിന്നും രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഓൺ ഹോൾഡ് എന്ന സ്റ്റാറ്റസിലേക്ക് മാറിയതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ സ്റ്റാറ്റസ് രജിസ്റ്റേർഡ് എന്നതിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ നിലവിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം, വിഡ്രോ ചെയ്യാം. പക്ഷേ പുതിയതായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതേപോലെ ഓൺ ഹോൾഡ് എന്ന സ്റ്റാറ്റസിലാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നതാണ്, നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷനും ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എങ്ങനെ ആധാർ ഉപയോഗിച്ച് നിങ്ങളുടെ KYC സ്റ്റാറ്റസ് വാലിഡേറ്റ് എന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റാം എന്നാണ് ഇന്നത്തെ എപ്പിസോഡ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡ് 74 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെ ലെങ്തിയാണ്, ഓൾമോസ്റ്റ് 10 മിനിറ്റ്സോളം വരുന്ന വീഡിയോ ആണ്. അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. സാധിക്കുമെങ്കിൽ ഈ എപ്പിസോഡ് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം പലരും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഐഡിയ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ പോലും ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കിട്ടാനില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ആധാർ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങളുടെ KYC വാലിഡേറ്റഡ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറ്റുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ദീസ് ആർ ദ സ്റ്റെപ്സ് ടു ഫോളോ. വി വിൽ ചെക്ക് വൺ ബൈ വൺ. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ KYC സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. 5 KRAs എന്നുള്ളത് ഏതെങ്കിലും ഒരു KRAയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ KYC എൻക്വയറി ചെയ്യുക. എല്ലാ KRAസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ CVL KRA വഴി ഞാൻ ചെക്ക് ചെയ്യുകയാണ് KYC എൻക്വയറി. നിങ്ങളുടെ പാൻ നമ്പർ എൻട്രി ചെയ്യുക, ക്യാപ്ചയും എൻട്രി ചെയ്യുക. ഇവിടെ 5 KRAസിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇവിടെ KYC സ്റ്റാറ്റസിൽ NDML KRAയുടെ നേരെയാണ് സ്റ്റാറ്റസ് കാണിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ഫസ്റ്റ് KYC രജിസ്ട്രേഷൻ ചെയ്തത് NDML KRA വഴിയാണ്. അതുകൊണ്ടാണ് ഇവിടെ CVL KRAയിൽ ചെക്ക് ചെയ്തപ്പോഴും KYC സ്റ്റാറ്റസ് NDML നെഗേസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ CVLലാണ് ഫസ്റ്റ് ചെയ്തതെങ്കിൽ സ്റ്റാറ്റസ് അവിടെയാണ് കാണിക്കുക. ഇവിടെ എൻ്റെ KYC സ്റ്റാറ്റസ് ഏപ്രിൽ 1 മുന്നേ വാലിഡേറ്റഡ് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ രജിസ്റ്റേർഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ സ്റ്റാറ്റസ് രജിസ്റ്റേർഡ് ആയതിനാൽ എനിക്കിനി പുതുതായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് വാലിഡേറ്റഡ് എന്ന സ്റ്റാറ്റസിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഈ ആധാർ സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റാറ്റസ് വാലിഡേറ്റിലേക്ക് മാറുന്നതാണ്. ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് ഓൺ ഹോൾഡ് ആണെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങളുടെ ഇമെയിൽ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ റെസ്പെക്റ്റീവ് KRAയിൽ നിന്നും നിങ്ങൾക്ക് ഇമെയിൽ ID മൊബൈൽ നമ്പറും വാലിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ വന്നിട്ടുണ്ടാകും. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇമെയിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റെസ്പെക്റ്റീവ് KRAയുടെ വെബ്സൈറ്റിൽ പോകുക. അവിടെ ഒതൻറ്റിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ CVL KRAയിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ KYC വാലിഡേഷനിൽ ക്ലിക്ക് ചെയ്യുക. പേജിൽ എന്തോ കറൻ്റ്ലി ടെക്നിക്കൽ എറർ ഉണ്ട്. ഇവിടെ നിങ്ങളുടെ പാൻ നമ്പർ എൻട്രി ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പറും ഇമെയിൽ IDയും എൻട്രി ചെയ്യുക. മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും OTP വരും, അത് എൻട്രി ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഓൺ ഹോൾഡിൽ നിന്നും രജിസ്റ്റേർഡിലേക്ക് മാറുന്നതാണ്. അതേപോലെ പാൻ നമ്പറും ആധാർ കാർഡും ലിങ്ക് ചെയ്യാത്തവർ അതും ചെയ്യുക. ഈ 2 സ്റ്റെപ്പുകൾ കഴിഞ്ഞാൽ ഡിജി ലോക്കർ വഴി ഈ ആധാർ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യുക, ഇല്ലെങ്കിൽ സൈൻ അപ്പ്. ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്യുക. മൊബൈൽ നമ്പർ ഇന്ത്യൻ നമ്പറാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ നമ്പർ തന്നെ വേണമെന്നില്ല. ഒരു OTP വരാൻ സാധിക്കുന്ന ഒരു മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. ഒരു OTP എൻട്രി ചെയ്താൽ മതി. OTP എൻട്രി ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ ആധാർ നമ്പർ എൻട്രി ചെയ്യാനാണ് പറയുന്നത്. ആധാർ നമ്പർ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അത് എൻട്രി ചെയ്താൽ മാത്രമേ ഇതിൽ സൈനപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആധാർ അപ്ഡേറ്റ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പറും അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അതിലേക്ക് OTP വരും. അതിനുശേഷം ഡിജി ലോക്കറിൽ ലോഗിൻ ചെയ്യുക. അങ്ങനെ ഈ ആധാർ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഡിജി ലോക്കറിൽ ഞാൻ ലോഗിൻ ചെയ്തു. ഈ ആധാർ കാർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആധാർ നമ്പർ എൻട്രി ചെയ്യാൻ പറയും. അതിനുശേഷം ഇത് ക്ലിക്ക് ചെയ്ത് അപ്ഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരുന്നതാണ്. ആ OTP എൻട്രി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ആധാർ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ റീഡബിൾ ആയിട്ടുള്ള QR കോഡുള്ള ഈ ആധാർ സർട്ടിഫിക്കറ്റ് ആണ് KYC ഡോക്യുമെൻറ്റിനോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബ്രോക്കർ വഴിയോ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഹൗസ് വഴിയോ അല്ലെങ്കിൽ KRAയുടെ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് KYC അപ്ഡേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഫോമിനോടൊപ്പം ഈ ആധാർ സർട്ടിഫിക്കറ്റും ആ KYC ഫോമിൽ പറഞ്ഞ മറ്റു ഡോക്യുമെൻറ്റുകൾ കൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് 2 ലിങ്കുകൾ വരും. ഒന്ന് നിങ്ങളുടെ സബ്മിഷൻ അപ്രൂവ് ചെയ്യാനാണ്, രണ്ടാമത്തേത് ആധാർ വെരിഫിക്കേഷന് വേണ്ടിയാണ്. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ KYC സ്റ്റാറ്റസ് വാലിഡേറ്റഡ് എന്നുള്ളതിലേക്ക് മാറുന്നതാണ്. അപ്പോൾ ഈ ആധാർ വെച്ച് എങ്ങനെയാണ് KYC അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ എപ്പിസോഡ് 74 കൂടെ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മറ്റൊരു സബ്ജക്റ്റുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.